യെസ്, എന്തായാലും നമ്മൾ ആദ്യം നോക്കുന്നതുണ്ടല്ലോ, പുതിയ മന്ത്രിസഭ നാളെ അധികാരമേൽക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ നിലവിൽ ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും? കുറേയേറെ പേരുകൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ, അതുപോലെ തന്നെ ഘടകകക്ഷിയിൽ നിന്നുള്ള കുറേയേറെ പേരൊക്കെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് കിട്ടാൻ സാധ്യതയുള്ളത്? അതിലൊരു അന്തിമ പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും നമുക്കൊന്ന് നോക്കാമല്ലേ സാധ്യത, നമുക്കത് പ്രവചിക്കാലോ, സംസാരിക്കാലോ അതിനെക്കുറിച്ച്. ഏതായാലും ധനകാര്യ വകുപ്പ് ഏറ്റവും സുപ്രധാനപ്പെട്ട വകുപ്പാണ്. ഒരു ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പ് ആരായിരിക്കും കൈകാര്യം ചെയ്യുക? അത് മുഖ്യമന്ത്രിയായിരിക്കും, വി.ഡി. സതീശനായിരിക്കും. ഇത്തവണ ധനകാര്യം താൻ തന്നെ കൊണ്ടുപോകാം, അല്ലെ, നയിക്കാം എന്ന തീരുമാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തലവേദനയാകാൻ പോകുന്നതും സാമ്പത്തിക കാര്യങ്ങളിലാണ്. തീർച്ചയായും അത്രയധികം സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ ദിവസം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. സാമ്പത്തിക മേഖലയിലുള്ള വളർച്ച ഉന്നമനമാണ്. ഏത് രീതിയിലാണ് ഖജനാവ് എന്നറിയില്ല. 6000 കോടി ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്നാണ്. ഉച്ചപറ്റി കിടക്കുകയാണ് ഖജനാവിൽ നിന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം ഉണ്ടായിരുന്നത് പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ. അതിന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. എ ടു സെഡ് കാര്യങ്ങളിലേക്ക് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്, അല്ലെങ്കിൽ 0 നിന്ന് തുടങ്ങേണ്ടതുണ്ട് എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാർ ആഭ്യന്തരമായിരുന്നു പിണറായി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് പോകുമ്പോൾ മറ്റൊരു പ്രധാന വകുപ്പ് സതീശന് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ധനകാര്യം മുഖ്യമന്ത്രി നയിക്കും എന്നുള്ളതാണ് നമുക്ക് എന്തായാലും അറിയാൻ കഴിയുന്നത്. ഇനി നമുക്ക് അറിയാനുള്ള വകുപ്പ് അത് തീർച്ചയായും കോൺഗ്രസ് മന്ത്രിമാർ. കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകും? ഉറപ്പിച്ച സീറ്റുകൾ, അല്ലെ, ഏകദേശം ഉറപ്പിച്ച സീറ്റുകൾ എന്നുള്ള ഒരു സാധ്യതാ ലിസ്റ്റ് കൂടിയാണത്. നേരത്തെ ദിവ്യ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ധനകാര്യ വകുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് മറ്റൊന്ന് ആഭ്യന്തര വകുപ്പാണ്. അപ്പോൾ ഇക്കുറി അത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അത് കൈകാര്യം ചെയ്യാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല, അതുമാത്രമല്ല രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ അതൃപ്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അത് ലഭിച്ചില്ല. അപ്പോൾ സുപ്രധാന വകുപ്പ് തന്നെ മന്ത്രിസഭയിൽ തനിക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ സി വേണുഗോപാൽ എത്തുന്നു, വി.ഡി. സതീശൻ അനുനയിപ്പിക്കാനായി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നു. അപ്പോൾ അതേ മുന്നോട്ട് വെച്ചത് ആഭ്യന്തരം തനിക്ക് ലഭിക്കണമെന്ന് തന്നെയായിരുന്നു. കാരണം നേരത്തെ ആഭ്യന്തര വകുപ്പ് ഭരിച്ച ഒരു പരിചയം കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. അതിന് വഴങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആഭ്യന്തര വകുപ്പും വിജിലൻസും ഏറ്റവും നൈസ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് കൂടിയാണ്. കാരണം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തന പരിചയമുണ്ട്. അതുമല്ല, മന്ത്രിസഭയിൽ നോക്കുമ്പോൾ, മന്ത്രി യോഗ്യതയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്, സീനിയോറിറ്റി ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണ്. അതെ, ഏറ്റവും സുപ്രധാന ചുമതലകളിലേക്കല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു വകുപ്പുകളിലേക്കല്ലാതെ ചെന്നിത്തലയെ അവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ചെന്നിത്തലയാകും ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യുക. മറ്റൊന്ന് പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ കെ മുരളീധരൻ തന്നെയാണ്, അല്ലെ. അദ്ദേഹത്തിന്റെ വകുപ്പ് സംബന്ധിച്ചിപ്പോഴും ചർച്ച നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പ് നൽകിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം അതിൽ താല്പര്യം അറിയിച്ചു എന്നറിയുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ ആരോഗ്യ വകുപ്പ് തന്നെയാണ്. തുടർച്ചയായുള്ള ചികിത്സാ വീഴ്ചകൾ, മറ്റാരോപണങ്ങൾ, പരാതികൾ, ജീവനക്കാരുടെ ക്ഷാമം, മെഡിക്കൽ കോളേജുകളിലെ അപര്യാപ്തത, പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ കഴിഞ്ഞത് ആരോഗ്യവകുപ്പായിരുന്നു. അപ്പോൾ ആ ആരോഗ്യവകുപ്പിനെ എങ്ങനെ ഈ സർക്കാർ മാറ്റിയെടുക്കുമെന്ന വല്ലാത്തൊരു കൗതുകമുണ്ട് കേട്ടോ. ആ സ്ഥാനത്ത് കെ മുരളീധരൻ എത്തുന്നു ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നതുകൂടിയാണ്. അപ്പോൾ അടുത്ത ആൾ എന്ന് പറയുന്നത് തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വകുപ്പിനെ കുറിച്ചും കൃത്യമായ ഒരു അസസ്മെന്റിലേക്ക് നമുക്ക് എത്താറായിട്ടില്ല. ഏത് വകുപ്പായിരിക്കും തിരുവഞ്ചൂരിന് കേൾക്കുന്നു, പക്ഷേ അറിയില്ല, നമുക്ക് അക്കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ലീഗ് ഒരു ക്ലെയിം ഉന്നയിച്ചാൽ ലീഗിന് കൊടുക്കേണ്ടി വരും. ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമുക്ക് ലീഗ് മന്ത്രിമാരിലേക്ക് വരുന്നതിന് മുൻപ് ഇനി കോൺഗ്രസ് നിരയിൽ നിന്ന് മന്ത്രിമാരാകാൻ സാധ്യതയുള്ളത് യുവ നേതൃത്വം, യുവനിര, യുവമുഖമാണ് മന്ത്രിസഭയിൽ വരാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു മന്ത്രി കൂടി വരികയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തിരുവഞ്ചൂരായാലും കെ മുരളീധരനായാലും രമേശ് ചെന്നിത്തലയായാലും മന്ത്രിസ്ഥാനത്ത് നിർവഹിച്ച, അവർക്കൊരു ചുമതല നിർവഹിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പി സി വിശ്വനാഥിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയിലെ പുതുമുഖം കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. അപ്പോൾ പി സി വിശ്വനാഥ് കഴിഞ്ഞാൽ അടുത്തത് എ പി അനിൽകുമാറാണ്, അല്ലെ. യുവ നിരയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് എ പി അനിൽകുമാർ. അത് മാത്രമല്ല, എ പി അനിൽകുമാറിനെ ഉൾപ്പെടുത്തണമെന്ന് കെ സി വേണുഗോപാൽ അടക്കം ഉന്നയിക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, അല്ലെ. 8ഓളം മന്ത്രിമാരെ താൻ നിശ്ചയിക്കുന്ന ആളുകളെ ആ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതിലൊരാളാണ് എ പി അനിൽകുമാർ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ എ പി അനിൽകുമാർ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എം ലിജു ആണ്. കഴിഞ്ഞ തവണ ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന്റെ സമയത്ത് 3 തവണയായി
തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി വാങ്ങി കരഞ്ഞു നിലവിളിച്ച ലിജുവിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഒരു മാനുഷിക വികാരമാണ്. ഇനിയും ഒരു തോൽവി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകുമെന്ന് ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ സാധാരണക്കാരായ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ വന്നുപോയ ഒരു കണ്ണീരുണ്ടല്ലോ. എം ലിജുവിന്റെ ആ കണ്ണീര് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്നു. അപ്പോൾ അർഹിച്ച സ്ഥാനം തന്നെയാണ് അത്. ലിജു അത് തീർച്ചയായും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എം ലിജു വരട്ടെ മന്ത്രിസ്ഥാനത്തേക്ക്. അടുത്തത് പേരാവൂരിൽ നിന്ന് ജയിച്ചെത്തിയ കെ ശൈലജയെ തോൽപ്പിച്ചെത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അല്ലെ. തലമുതിർന്ന നേതാവാണ്. പക്ഷേ സണ്ണി ജോസഫിന് ഏത് വകുപ്പായിരിക്കും എന്നതിലും ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. അപ്പോൾ അക്കാര്യത്തിലും ഒരു ധാരണ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 8 പേരാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചവരായിട്ടുള്ളത്. അതിന് നമുക്ക് ഏറ്റവും പ്രബല ഘടകകക്ഷിയായ ഏറ്റവും ശക്തരായ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനമാണ്. അവർ അതിൽ കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അതിൽ കൂടുതലുമില്ല കുറവുമില്ല എന്നാണ്. അപ്പോൾ ലീഗ് ആവശ്യം ഉന്നയിച്ചത് 5 മന്ത്രിമാരാണെങ്കിൽ അത് നൽകാമെന്നുള്ള ധാരണയിൽ തന്നെയാണ് ഉള്ളത്. വലിയ പിടിവലി അക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് മന്ത്രിമാർ ആരൊക്കെയായിരിക്കുമെന്ന് നോക്കാം. PK കുഞ്ഞാലിക്കുട്ടി, N ശംസുദ്ദീൻ വരും. അതെ. മറ്റൊരാൾ വരുന്നത് പാറക്കൽ അബ്ദുള്ളയായിരിക്കും. പാറക്കൽ അബ്ദുള്ളയ്ക്ക് ശേഷം KM ഷാജി, V ഗഫൂറും എന്തായാലും മന്ത്രി രാജീവിനെ തോൽപ്പിച്ച നിയമസഭയിലേക്ക് എത്തുന്ന V ഗഫൂറും ഉണ്ടാകും. അടുത്ത 5ാമൻ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ചെറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ കാസർഗോഡ് പ്രതിയായിട്ട് AK അഷ്റഫിനെ പരിഗണിക്കുന്നുണ്ട്, PK ബഷീറിനെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് അതിനൊരു അന്തിമ തീരുമാനമാകും. ഉച്ചയോടുകൂടി ഗവർണർക്ക് ആ പട്ടിക കൈമാറുകയും ചെയ്യും.